റേഡിയോ മാറ്റുലി 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി. അശ്വമേധം 7.0 2026 ജനുവരി 7 മുതൽ 20 വരെ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തെക്കുറിച്ചുള്ള പരിപാടി അശ്വമേധം. നിർവഹണം പ്രജിഷ രാജേഷ്. അശ്വമേധം ക്യാമ്പയിനെക്കുറിച്ചും കുഷ്ഠരോഗത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമ്മോടൊപ്പമുള്ളത് ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാറാണ്. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഷ്ഠരോഗം കണ്ടെത്തുന്നതിനു വേണ്ടിയാണല്ലോ അശ്വമേധം ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ കുഷ്ഠരോഗം എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ മറ്റേതൊരു രോഗം പോലെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും, ക്ഷയരോഗം. അതേപോലെ തന്നെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ലെപ്രെ. അപ്പം ഇത് ഒരു ദീർഘകാല സാംക്രമിക രോഗമാണ്, ക്രോണിക് എന്ന് പറയും. പിന്നെ ഒരു ഇൻഫെക്ഷ്യസ്, അതാണ് ഈ സാംക്രമികത. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള, വളരെയധികം സാധ്യതയുള്ളൊരു രോഗമാണ് ഈ കുഷ്ഠരോഗം. ഇത് ബാധിക്കുന്നത് പ്രത്യേകിച്ചും ത്വക്ക്, സ്കിന്നിൽ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നതും ത്വക്കിനെ ബാധിക്കുന്ന കുഷ്ഠരോഗത്തിനെ പറ്റി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നാഡികൾ, ചിലപ്പോൾ കണ്ണ്, മൂക്കിൻ്റെയൊക്കെ ഉള്ളിലെ ദശയെയാണ് ഈ പറയുന്ന ബാക്ടീരിയ ബാധിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് എന്നുള്ളതാണ്. പകരാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയൊക്കെയാണ് ഈ കുഷ്ഠരോഗം പകരുന്നത് എന്ന് കൂടി പറയാമോ? എല്ലാവരും കോവിഡ് അസുഖം വളരെ പരിചിതമായ ഒരു അസുഖമാണ്. അതേപോലെ തന്നെ കോവിഡിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദീർഘകാലമായി നമ്മൾ സമ്പർക്കത്തിലുള്ളവരിലേക്കായിരിക്കാം കൂടുതൽ പകരുന്നത് ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴും ഒക്കെ ഈ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവത്തിൽ ഈ പറയുന്ന രോഗാണു ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ സമ്പർക്കത്തിൽ വരുന്ന ആളുകളിലേക്ക് ഈ പറയുന്ന ബാക്ടീരിയ എത്തുകയും അങ്ങനെ ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. അപ്പോൾ ആരിൽ നിന്ന് പകരുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ രോഗമുള്ളവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാത്രമേ ഇത് പകരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വേഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഈ രോഗം നമുക്ക് നന്നായി തടയിടാൻ സാധിക്കുന്നത്. ഒരിക്കലും സ്പർശിച്ചതുകൊണ്ടോ കൈ കൊടുത്തതുകൊണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കുഷ്ഠരോഗം പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാ പ്രായക്കാരിലും ഒരുപോലെ കാണാൻ സാധിക്കുന്ന രോഗമാണ് കുഷ്ഠരോഗം. എന്നാൽ കുട്ടികളിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളവരിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ കാര്യം കുറച്ചുകൂടെ, ഒരു ശതമാനത്തിൻ്റെ അളവ് കുറച്ച് കൂടും. അപ്പം അവരിലും കൂടെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. കുഷ്ഠരോഗത്തിനെതിരായിട്ട് അല്ലെങ്കിൽ കുഷ്ഠരോഗം വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അശ്വമേധം ക്യാമ്പയിനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കുഷ്ഠരോഗം ഇന്നും നമ്മുടെ നാട്ടിലുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ഇത് ഇപ്പം അശ്വമേധം എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പഴയ ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഈ പറയുന്ന ഒത്തിരി രോഗികളെ, കൈയില്ലാതെ കാലില്ലാതെയുള്ള രോഗികളെയൊക്കെ കാണാം. ഇന്ന് നാട്ടിലിറങ്ങിയാൽ നമുക്ക് അങ്ങനത്തെ രോഗികളെ ഒന്നും കാണില്ല. പക്ഷേ അവിടെയാണ് നമുക്ക് ഈ ഒരു അശ്വമേധം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ ഒരു ഗുണം, ഒരു കാര്യം ഇരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലുണ്ട് കുഷ്ഠരോഗം. നമ്മൾ വയനാടിനെ പറ്റി പറയുകയാണെങ്കിൽ വയനാട്ടിലുമുണ്ട് കുഷ്ഠരോഗം. നമ്മളുടെ കണക്കുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 16ഓളം രോഗികൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ 15 മുതിർന്നവരും ഒരു കുട്ടിയുമാണ്. അപ്പം കുട്ടിയിൽ വരിക എന്ന് പറയുമ്പോൾ നാട്ടിൽ അസുഖമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് കുട്ടി ജനിച്ച് കുറച്ചാവുമ്പോഴത്തേക്കും കിട്ടണമെങ്കിൽ അവർക്ക് സമ്പർക്കം വരുന്നവർക്ക് ഉണ്ടാവണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും തിരച്ചിലുകൾ നടത്തണം. പുതിയ കേസുകൾ കണ്ടെത്തി മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യണം. ഈ കുഷ്ഠരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിതുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ ത്വക്കിൽ ആണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുമ്പോഴും സ്കിന്നിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ കാണാവുന്ന എന്താ വെച്ചാൽ വെള്ള നിറത്തിലുള്ളയോ ചുമന്ന നിറത്തിലുള്ളയോ പാടുകൾ. പ്രത്യേകിച്ചും ആ ഒരു പാടുകളുള്ള സ്ഥലങ്ങളിൽ സംവേദനശേഷി, അതായത് സെൻസേഷൻ വളരെ അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നല്ല മിനുസമായിട്ടുള്ള ചർമ്മമായിരിക്കും. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് മുടി വളരത്തില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ലക്ഷണങ്ങളാണ് നമുക്കിതിൽ ആദ്യമായി കാണുന്നത്. പിന്നെ പോകെ ഇത് നാഡീവ്യൂഹത്തിനെ ബാധിക്കുമ്പോൾ കൈകാലുകളിലുള്ള നാഡികളെ
ഇത് ബാധിക്കുകയും പിന്നെ ഇത് അറിയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പറയുന്ന നാഡികളിൽ വളരുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്രോണിക് ഡിസീസാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ അണുക്കൾ കയറി ഒരു 6 മാസം മുതൽ ഒരു 40 വർഷത്തോളം ചിലപ്പോൾ എടുത്തേക്കാം ഈ പറയുന്ന ലക്ഷണങ്ങൾക്കാണ്. അതും കൂടി കൊണ്ടാണ് നേരത്തെ കണ്ടുപിടിച്ച ട്രീറ്റ്മെന്റ് കൊടുത്ത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ലക്ഷണം നമുക്ക് കാണാം. അതായത് സംവേദനശേഷിക്കാതെ നമുക്ക് തൊടുമ്പോൾ അറിയില്ല, ചൂട്, തണുപ്പ്, വേദന ഇവയൊന്നും അറിയുകയില്ല. പിന്നെ ഉള്ളൊരു ലക്ഷണം എന്ന് പറയുമ്പോൾ നാഡിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ തരിപ്പ്, കാലിൽ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന തരിപ്പോ പെരിപ്പോ, പിന്നെ അറിയാതെ പോകുന്ന മുറിവുകൾ, പിന്നെ എന്താ പറയണ്ടേ വലിയ വലിയ വ്രണങ്ങളുണ്ടായിട്ട് എത്രത്തോളം ട്രീറ്റ് ചെയ്തിട്ടും അത് മാറാതെ നിൽക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പ്രധാന ലക്ഷണമായിട്ട് പറയാം. കുഷ്ഠരോഗം പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞു. ഈ ലക്ഷണങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രധാനമാണ് എന്ന് പറയുന്നത്? കുഷ്ഠരോഗം നമുക്ക് ചികിത്സിക്കാൻ മരുന്നുകളുണ്ട്. അപ്പം നമ്മൾ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയിട്ടാണ് അങ്ങനത്തെ അസുഖങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുഷ്ഠരോഗം നമ്മൾ തിരഞ്ഞെടുക്കാൻ നേരത്തെ പറഞ്ഞ ഒന്ന്, നമുക്ക് കുറേ വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഇതിൻ്റെ പൂർണ്ണ ഒരു കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ ആൾക്കാർ എത്തുന്നത്. അപ്പം അത് മുന്നേ നമ്മൾ ഇതുപോലത്തെ രീതികളിൽ, കാരണം ഇതെന്തുകൊണ്ട് പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നു, കാരണം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങളുമായിട്ടേ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പം കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് എന്താ, കുറച്ച് വെള്ളപ്പാടുകൾ അല്ലെങ്കിൽ ഒരു തരിപ്പ്, അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും നമ്മളുടെ ആരോഗ്യത്തെയാണല്ലോ നമ്മൾ എപ്പോഴും മാറ്റിവെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് പിന്നെ കാണിക്കാം, അങ്ങനെ വിചാരിച്ചിരുന്ന് അതൊരു ഡിസബിലിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള, പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഈ പറയുന്ന വെള്ളപ്പാടുകൾ കണ്ടുപിടിക്കാൻ സാധിച്ച് ഈ പറയുന്ന മരുന്നുകൾ, അത് പിന്നെ നമ്മളെ തോതനുസരിച്ചിട്ടാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ 5-ൽ കൂടുതൽ വെള്ളപ്പാടുകൾ കാണുകയോ അല്ലെങ്കിൽ ഞരമ്പുകളെ, അതായത് കൈകാലുകളിലെ നാഡി വ്യൂഹങ്ങളിൽ കട്ട പിടിച്ച് ചെറിയൊരു തിക്നെസ് കൂടിക്കഴിയുന്ന രീതിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിലും ഒക്കെ അതിനെ മൾട്ടി ബാസിലറിയിലേക്ക് പോകുന്നു. ഇതിൽ കുറവാണെങ്കിൽ പോസിബാസിലറി. പോസിബാസിലറി നമുക്കൊരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ തന്നെ പൂർണ്ണമായിട്ടും രോഗമില്ല എന്ന് പറയാൻ സാധിക്കും. ഈ വൈകല്യത്തിലേക്ക് എത്തിയില്ല എങ്കിൽ നമുക്ക് മരുന്നുകൊണ്ട് തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം. ഡിസബിലിറ്റിയും നമുക്കിപ്പോൾ റീകൺസ്ട്രക്റ്റീവ് സർജറീസും പല സർജറീസ് ഫുൾ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പക്ഷേ മരുന്നുകളും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രികളിലൂടെ അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക്, അതായത് ഏതെങ്കിലും ഒരാൾക്ക് ലെപ്രസി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, കുഷ്ഠരോഗമുണ്ട് അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ്, ഇതൊക്കെയാണ് മറ്റു പേരുകൾ, ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു സമ്പർക്കം, ദീർഘകാല സമ്പർക്കം, അപ്പം അതേപോലെ ക്രൈറ്റീരിയയിൽ വരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് ഒരു പ്രിവെൻറ്റീവ് തെറാപ്പിയായിട്ട് ഈ ഒരു ഡോസ് റിഫാംബിസിൻ എന്ന് പറഞ്ഞൊരു ഗുളിക കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൂടെ അവരിലുള്ള ഇൻഫെക്ഷൻ്റെ റേറ്റ് നല്ലോണം കുറയാൻ സാധിക്കുന്നു. അപ്പം ഡിസബിലിറ്റി വരെ എത്തേണ്ട, കണ്ടുപിടിക്കേണ്ട, അതിനു മുമ്പേ തന്നെ നമുക്ക് ഇതിനെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള രീതികൾ ഇന്ന് നമ്മളുടെ ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുണ്ട്. കുഷ്ഠരോഗം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത നമ്മൾ അവിടെ വെച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഗുണം അതും കൂടെയാണ്. എങ്ങനെയാണ് ചികിത്സാ രീതി എന്നൊന്ന് പറയാമോ? ഈ കുഷ്ഠരോഗം കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സാ രീതികൾ ആരംഭിക്കുന്നത്? കുഷ്ഠരോഗം കണ്ടെത്താൻ നമുക്ക് ഫുൾ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ആദ്യം ഈ ലക്ഷണങ്ങളോട് കാണുകയാണെങ്കിൽ ടിപ്പിക്കലി സെൻസേഷൻസ് ഒക്കെ കുറഞ്ഞാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പ്ലിറ്റ് സ്കിൻ സ്മിയർ ഉണ്ട്. ആ കണ്ട പാടിൽ നിന്നും ചെറുതായിട്ടൊരു ചർമ്മം നമ്മൾ ഒന്ന് തോണ്ടിയെടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നു. അതിൽ ഈ പറയുന്ന ബാക്ടീരിയ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഈ പറയുന്ന പേഷ്യൻ്റ് എവിടെയാണോ അവിടെ വരെ നമ്മളുടെ ഹെൽത്ത് വർക്കേഴ്സ് എത്തിച്ചു കൊടുക്കും. മാസമുള്ള മരുന്നുകൾ കൊടുക്കുന്നു. 6 മാസം 9 മാസം എന്നുള്ള ഒരു കണക്കിൽ നമ്മൾ മരുന്ന് കൊടുത്ത് അവർ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി, അതായത് റെഗുലറായിട്ട് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. പിന്നെ ഏതൊരു മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പം അതിൻ്റെ കുറച്ച് റിയാക്ഷനുകൾ ചിലപ്പോൾ വരാം. പക്ഷെ അതിനുമുള്ള പ്രതിമരുന്നുകൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് ഒളിച്ചു വെക്കാതെ എല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ചികിത്സാ കാലയളവ് എങ്ങനെയാണ്? ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ടോ? ദീർഘകാലമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെയൊക്കെ മാക്സിമം ഇതിന് വരുന്നുള്ളൂ.
രോഗലക്ഷണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചാണോ ചികിത്സാ കാലയളവ് തീരുമാനിക്കുന്നത്? മൾട്ടി ബാസിലറി ലെപ്രസി, പോസി ബാസിലറി ലെപ്രസി എന്നും പറഞ്ഞിട്ട് നമ്മളിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ മൾട്ടി ബാസിലറി ലെപ്രസി ആണെങ്കിൽ ശരീരത്തിൽ 5-ൽ കൂടുതൽ ഈ വെള്ളപ്പാടുകളോ ചുമന്ന പാടുകളോ കാണുക എന്നുള്ളതും, അതും അതിൻ്റെ കൂടെ തന്നെ ഞരമ്പുകൾ, നാഡികൾ എന്ന് പറയുമ്പം കൈമുട്ട്, കാൽമുട്ടിൻ്റെ പിറകിൽ, കണ്ണങ്കാൽ, ഈ ഭാഗങ്ങളിലൊക്കെ തടുപ്പുണ്ടെങ്കിൽ അതെല്ലാം മൾട്ടി ബാസിലറി ലെപ്രസിയിലോട്ട് പോകും. ഇനി പോസി ബാസിലറി ആണെങ്കിൽ ഈ പറഞ്ഞ കണക്കിൽ താഴെ, അതായത് 5-ന് താഴെ പാടുകൾ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ പോസി ബാസിലറി ആയിട്ട് എടുക്കും. പോസി ബാസിലറി ആണെങ്കിൽ നമുക്ക് 6 മാസം ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റഡ് ആവും. അതോടെ രോഗം പൂർണ്ണമായിട്ട് ഇല്ലാതാവും എന്ന് തന്നെയാണ് നമ്മളുടെ ചികിത്സാ രീതി. കുഷ്ഠരോഗം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു സംശയം ആദ്യമേ എല്ലാവരിലേക്കും വരുന്നു പറഞ്ഞു. ഇപ്പോൾ 16 പേര് വയനാട്ടിലുണ്ടെന്ന് മാഡം നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പണ്ടൊക്കെ ഈ കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, അവരെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാമൂഹ്യ വിവേചനം ഇന്നും ഉണ്ടോ? അതുകൊണ്ടായിരിക്കുമോ രോഗികൾ മുന്നോട്ട് വരാത്തത്? തീർച്ചയായിട്ടും വിവേചനമുണ്ട്. അപ്പം അതിലൊരു സംശയമൊന്നും വേണ്ട, വിവേചനം ഇന്നും ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ വെക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുപോലത്തെ സംരംഭങ്ങൾ വന്ന് നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ. അപ്പം അതിൽ നിന്നൊക്കെ എല്ലാവരും പുറത്ത് വരണമെന്ന് ആണ്. കാരണം ഏതൊരു മറ്റ് അസുഖത്തെ പോലെ തന്നെയും ഇതിന് മരുന്നുണ്ട്. അപ്പോൾ ഇതിന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളേ വരുന്നില്ല. നമ്മൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഷുഗറിന് പോലെയും വേണ്ട. കാരണം ഷുഗർ നമ്മൾ എന്ന് അതിനൊരു ക്യൂർ വന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇതിന് നമുക്ക് പറയാൻ സാധിക്കും. രോഗലക്ഷണങ്ങളും പൂർണ്ണമായിട്ടില്ലാതാവുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിസബിലിറ്റി വന്നു എന്ന് വിചാരിച്ചാൽ പോലും ഈ മരുന്നുകൾ കഴിക്കുകയും റീകൺസ്ട്രക്റ്റീവ് സർജറിയും കഴിയുമ്പോഴത്തേക്കും അവരൊരു നോർമൽ സാധാരണ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരാളായി മാറുന്നു. അതുകൊണ്ട് പഴയ ഒരു രീതിയിലുള്ള ആ ഒരു വേർതിരിവ് കാണാതെ, കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇനിയും കുഷ്ഠമാണോ ഡോക്ടർ പറയാൻ പോകുന്നത് എന്ന് പേടിച്ച് ഡോക്ടറിൻ്റെ അടുത്തോട്ട് വരാത്ത ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് എടുത്തു പറയുകയാണ്, ഈ ഒരു പ്രാവശ്യം നിങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഹെൽത്ത് വർക്കേഴ്സിനോട് പറയുക. അടുത്തുള്ള PHCകളിൽ വന്ന് ഡോക്ടറിനെ കാണിക്കുക. അതാണെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും പുറത്തു വരാം. അല്ലെങ്കിൽ എന്താണോ അതിനുള്ള മറ്റ് ചികിത്സാ രീതികൾ കണ്ടെത്തി അതും ട്രീറ്റ് ചെയ്യാം. അപ്പം എല്ലാവരെയും ഒത്തുപിടിച്ച് മുന്നോട്ട് പോകുക, അന്തസ്സ് കാത്ത് മുന്നോട്ട് പോകുക എന്നാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അശ്വമേധം ഇത് 7ാം ഘട്ടമാണല്ലോ നടപ്പിലാവുന്നത്. എന്തൊക്കെയാണ് ഇത്തവണത്തെ വയനാട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ എന്നുകൂടി പറയാമോ? അശ്വമേധം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരുവിധം പരിചയമുള്ളൊരു പ്രോഗ്രാം തന്നെ ആയിരിക്കും. മുന്നേ നടന്നിട്ടുള്ളതുപോലെ തന്നെ ഭവന സന്ദർശനം, ഒരു ആശ, അതാണ് നമ്മളുടെ സ്ത്രീ വോളണ്ടിയർ, പിന്നെ ഒരു പുരുഷ വോളണ്ടിയറും 2 പേര് ടീമായി എല്ലാ വീടുകളും അവരുടെ ഏരിയയിൽ ഓൾറെഡി നമ്മൾ 2 മാസം മുന്നേ തന്നെ നമ്മളിതിൻ്റെ പ്ലാനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എത്ര ആശമാർ പോകുന്നു, എത്ര വോളണ്ടിയേഴ്സ് പോകുന്നു, അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന എത്ര പേരാണ്, എങ്ങനെയാണ് റിപ്പോർട്ടായി, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. അതെല്ലാം 2 മാസം മുന്നേ തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം അതിനനുസരിച്ചിട്ട് ജനുവരി 7 തൊട്ട് 20 വരെയാണ് നമ്മുടെ ഭവന സന്ദർശനം നടക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം എല്ലാവരും അവരുമായിട്ട് സഹകരിക്കുക. 2 പേര് വരുന്നത് സ്ത്രീകളിൽ ഒരാൾ നോക്കാനും പുരുഷന്മാരിൽ ഒരാൾ നോക്കാനുമാണ്. അപ്പം ഇതിനൊക്കെ പുറമെ നിങ്ങൾ വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലും ശരീരത്തിൽ ഇതുപോലത്തെ വെള്ളപ്പാടുകളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവരോട് പറയുക. റെഫറൽ കാർഡ് തരും, എല്ലാവർക്കും റെഫറൽ കാർഡ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഫറൽ കാർഡ് കൊണ്ട് അടുത്ത PHCയിൽ ചെല്ലുക. നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഭവന സന്ദർശനമാണ് ഇത്തവണത്തെയും അശ്വമേധത്തിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ സമൂഹത്തിന്റെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് മാമിന് പറയാനുള്ളത്? സമൂഹത്തിനാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. ഞങ്ങളതിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക, മുന്നിൽ നിന്ന് എല്ലാവരെയും ഒന്ന് പറഞ്ഞു തരാനുള്ള ആളുകൾ മാത്രമാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത്, ഒന്ന് എല്ലാവരെയും നമുക്ക് ഈ പറയുന്ന പോലെ ആരെയും മാറ്റി നിർത്തപ്പെടാത്ത രീതിയിൽ, ഇനി കുഷ്ഠരോഗമാണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് മരുന്നുണ്ടല്ലോ എന്ന് പറയാൻ ഉള്ളൊരു ജനതയാണ് നമുക്ക് ആവശ്യം. ഏത് രോഗമായാലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇതും ഒരു ബാക്ടീരിയ, പണ്ട് നമുക്ക് കോവിഡ് വന്ന പോലെയൊക്കെ തന്നെ ഇതും ഒരു ബാക്ടീരിയയാണ്. മരുന്ന് കൊടുത്താൽ അതും ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ആശമാരെയും വോളണ്ടിയേഴ്സിനെയും ഒക്കെ ഒന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ധരിപ്പിക്കുക. വീട്ടിലുള്ള കുട്ടികളടക്കമുള്ള എല്ലാവരിലും ഈ പറയുന്ന
ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം എടുത്തു നോക്കുകയും ഞങ്ങളെയൊക്കെ അറിയിക്കുകയും ചെയ്യുക. ആരെയും മാറ്റി നിർത്തരുത്. അതാണ് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം മാഡം. വളരെ വിശദമായി തന്നെ കുഷ്ഠരോഗത്തെക്കുറിച്ചും കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നും വിശദമായി തന്നെ പറഞ്ഞു തന്നു. റേഡിയോ മാറ്റിലി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ ആര്യയായിരുന്നു. അശ്വമേധം 7.0 കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. ആരോഗ്യം കാത്ത് പാടുകൾ നോക്കി കുഷ്ഠരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് മാം സംസാരിച്ചത്. റേഡിയോ മാറ്റിലിയുടെ നന്ദി ശ്രോതാക്കളുടെ പേരിലും ഞങ്ങളുടെ പേരിലും അറിയിക്കുകയാണ്. കുഷ്ഠരോഗമില്ലാത്ത കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് അശ്വമേധം. തുടക്കത്തിലെ കണ്ടെത്തിയാൽ പൂർണ്ണമായും മാറ്റാവുന്ന ഒരു രോഗമാണിതെന്ന സന്ദേശമാണ് അശ്വമേധം ക്യാമ്പയിൻ നൽകുന്നത്. ജനുവരി 7 മുതൽ ജനുവരി 20 വരെ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സംസാരിച്ചത് ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് അശ്വമേധം 7.0. 2026 ജനുവരി 7 മുതൽ 20 വരെ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തെക്കുറിച്ചുള്ള പരിപാടി. അശ്വമേധം. നിർവഹണം പ്രജിഷ രാജേഷ്.